മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലപരിശോധനയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി. മേൽനോട്ട സമിതി പുതിയതായി രൂപീകരിച്ചതും ആശ്വാസകരമാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായ ഏജൻസിയാണ് ഡാമിന്റെ ബലപരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയതെന്നും ഇതല്ല വേണ്ടത്, അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും സമിതി. വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി പി ജോസഫ് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ പുനഃപരിശോധിക്കുവാൻ കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനം അത്യന്തം സ്വാഗതാർഹമാണ്. മുല്ലപ്പെരിയാർ സമരസമിതിയും ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും ഒപ്പം സ്വീകാര്യമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനയാണ് ഈ പരിശോധനയോടുകൂടി നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും മേൽനോട്ട സമിതി പുതിയതായി രൂപകൽപ്പന ചെയ്തപ്പോൾ കേരളത്തിന്റെ 3 പ്രതികളും തമിഴ്നാടിന്റെ 3 പ്രതിയും ഒപ്പം ജല കമ്മീഷന്റെ ചെയർമാൻ തന്നെയാണ് മേൽനോട്ട സമിതിയുടെ ചെയർമാനായി വരുന്നത് എന്നുള്ളതും ആശ്വാസകരമായ നടപടിയാണ്. ഇതുവരെയും മേൽനോട്ട സമിതിയിൽ സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയിൽ കേരളത്തിന് അനുകൂലമായ ഒരു കാര്യവും തന്നെ ചെയ്യുവാൻ നമുക്ക് ഇതുവരെ കഴിയാതിരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ഡോക്ടർ ജോ ജോസഫ് നൽകിയ ഹർജിയിലൂടി നമുക്ക് ലഭിച്ച റൂൾക്കറവും ഇപ്പോൾ ഡാമിന്റെ സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്കും 2002 അമെന്റ്മെന്റ് അനുസരിച്ച് പാർലമെന്റ് പാസാക്കിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ജല കമ്മീഷന്റെ കീഴിലായിരിക്കണം ഈ നടപടികളെല്ലാം എന്നുള്ളതും ഈ അതോറിറ്റികളുടെ കീഴിൽ ഇന്ത്യയിലെ മുഴുവൻ ഡാമുകളുടെയും ഏകോപനം ഉണ്ടാകണമെന്നുള്ള ഒരു തീരുമാനം, ആ തീരുമാനമാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ വിധിയിലൂടെ അല്ല ഈ തീരുമാനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അന്തർദേശീയ തലത്തിൽ, കാരണം തട്ടയും മേത്തയും അടക്കമുള്ളവർ വന്ന് പരിശോധന നടത്തി കാലങ്ങളായി ഡാം സേഫാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി തന്നെ തമിഴ്നാട് ഡാം ബലപ്പെടുത്തി 52ലേക്ക് ആക്കുമെന്നുള്ള തമിഴ്നാട്ടിലെ മന്ത്രിയുടെ പ്രസ്താവനയൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അഭികാമ്യം എന്നത് ഒരു അന്തർദേശീയ തലത്തിലുള്ള ഇന്റർനാഷണൽ ഏജൻസി, ഡാമുകളെ കുറിച്ച് പഠനം നടത്തുന്ന അന്തർദേശീയ തലത്തിലുള്ള ഒരു ഏജൻസി ആയിരിക്കണം ഈ പഠനം നടത്തേണ്ടതും